സ്റ്റോറിയുടെ തുടക്കം. ആരോ സംസാരിച്ച് സ്റ്റെയർ കേസിലൂടെ നടന്നു വരുന്നു. അയാളുടെ കയ്യിലൊരു മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആരോ അയാളെ പുറകിൽ നിന്ന് തട്ടി. ആ ഡ്രിങ്ക് താഴെ വീണു. പക്ഷേ അതൊരാളുടെ കാലിലായിരുന്നു വീണത്. അവൾ അവനെ തല്ലാനൊങ്ങിയതും ആരോ പെട്ടെന്ന് അവളുടെ കൈകൾ തടഞ്ഞു. അതെന്റെ ഇഷ്ടം. നീ ആദ്യം എൻ്റെ കൈ വിട്, അല്ലെങ്കിൽ ഞാൻ അവനെ തല്ലാൻ വെച്ചത് നിനക്കിട്ട് തരും. വിട്ടേക്കടാ, വെറുതെ സീൻ ഉണ്ടാക്കണ്ട. വന്ന് കയറിയതല്ലോളൂ. വേണ്ടടാ, നമുക്കിവിടെ നിന്ന് പോവാം. വെറുതെ തല്ലൊന്നും വേണ്ട. എൻ്റെ തെറ്റാവാ പോവാം. അഭിയും ദേവയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആര്യയും ധ്രുവയും അവിടെ നല്ല മഴ പെയ്ത് കിടക്കുകയാണ്. പെട്ടെന്ന് ഒരു കാർ വന്ന് ധ്രുവയുടെ ദേഹത്ത് ചെളി തെറിപ്പിച്ച് വണ്ടിയോടെ നിർത്തി. ആ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി. അത് അങ്കിതയായിരുന്നു. ദേഷ്യത്തിൽ പെട്ടെന്ന് ചോദിക്കാൻ പോയതും പെട്ടെന്ന് ധ്രുവ വർക്കിന് പോണ്ടെന്ന് പറഞ്ഞു. അങ്കിത സ്മരിച്ചിരുന്നു. ആര്യ ദേവിക്ക് കോൾ ചെയ്തു. വരുമ്പോൾ ഒരു ജോഡി ഷർട്ട് കൊണ്ടുവരണം. അതെന്തിനാ? നീ കൊണ്ടുപോവാൻ ഞാൻ പറയാം. ദേവ ഷർട്ട് എന്ത് ചെയ്യും? എന്നാ ധ്രുവ നീ പോയി മാറിയിട്ട് വാ. അതൊന്നുമില്ല, അത് വരുന്ന പഠിക്കുന്ന തീർച്ചയായും നമുക്ക് അവിടെ നിൽക്കാം. ധ്രുവ ഡ്രസ്സ് മാറി വന്നു. അവയെല്ലാം ക്ലാസ്സിൽ പോയി. കുറച്ച് സമയത്തിന് ശേഷം ക്ലാസ്സിൽ ടീച്ചർ വന്നു. അതേ ക്ലാസ് മുറിയിൽ തന്നെയാണ് അങ്കിതയും. സർ പിള്ളേരോട് കുറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ആണ്. തല്ലുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ സമയം കളയാതെയും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. നിങ്ങളാണ് ഇപ്പോൾ സീനിയേഴ്സ്, അതുകൊണ്ട് തന്നെ ജൂനിയേഴ്സിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവണം. അങ്കിതയുടെയും അഭിയുടെയും ഗ്യാങ്ങിനെ നോക്കി സാർ പറഞ്ഞു. ഈയിടെങ്കിലും തല്ലുണ്ടാക്കാണ്ട് പഠിക്കാൻ നോക്കാം. അഭി പറഞ്ഞു സാറിനോട്. ഇവിടെ തല്ലുണ്ടാക്കാൻ വന്നില്ലെങ്കിൽ അങ്ങനെ തല്ലുണ്ടാക്കാൻ പോകുന്നു. ഇംഗ്ലീഷ് പറഞ്ഞാൽ അങ്ങനെ നോക്കാം. ഓക്കേടാ, മതി ഇരിക്കേ. സാർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് ആണ്. സോ പകുതി ടീച്ചേഴ്സും ട്രെയിനിങ്ങിന് പോയി. സോ ക്ലാസ് ഒന്ന് നേരത്തെ വിടും.